dressed up and I'm haunted. And if I'm being honest, I see what he loves about you. You're so perfect. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ജർമ്മനിയിലല്ല, വേറൊരു സ്ഥലത്താണ്. നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലം, സിറ്റി, പ്രാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിൽ വന്നേക്കാണ്. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി നമ്മൾ രാവിലെ ഇവിടെ 6 മണിയായി. ഇനി നമ്മൾ പയ്യെ കടകളൊക്കെ തുറന്ന് പയ്യെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങണം. ഞങ്ങൾക്ക് 3 മണിക്കാണ് ഹോട്ടലിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ടൈമുണ്ട്. അതുവരെ ഫുൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് 3 മണിയാകുമ്പോഴേക്കും നമുക്ക് ഹോട്ടലിലേക്ക് കയറാം അല്ലേ? ഇത് മോട്ടറൈസ്ഡ് ട്രാക്ക് ഇൻസ്പെക്ഷൻ കാറാണ്. 1950. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ട്രാക്ക് ഇൻസ്പെക്ഷൻ കാറടി, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോണ കാറുകളാണ്. ഓക്കെ, ഇത് 1952 പ്രൊഡക്ഷൻ ആണ് ഗൈസ്. സ്ലോ ആയ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. 1950 ഹോബാനോഫിൽ തന്നെയാണ് കേട്ടോ. പ്രാഗിന് നമുക്ക് പ്രാഹ എന്നും ഇവര് പറയാറുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് ഇതുണ്ട്. ഒരെണ്ണൊക്കെ ഒടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഹോബാനോഫിൽ നിന്ന് അവിടെ ഷോപ്പ് രാവിലെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കി കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. പക്ഷെ നല്ല വില കുറവായിരുന്നു കേട്ടോ. നമ്മൾ ജർമ്മനി വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അതും ഹോബാനോഫിൻ്റെ ഉള്ളിലുള്ള ഷോപ്പായിട്ടും ഭയങ്കര റേറ്റ് റീസണബിൾ ആയിരുന്നു. ഹോബാനോഫ് മീൻസ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ, ഞാനിത് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബിൽഡിങ്സ് ആണ്. എല്ലാ ബിൽഡിങ്സും ഏകദേശം ഒരു പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. അടിപൊളിയാണ് ഇത് കൂടെ നടക്കാനായിട്ടൊക്കെ. ചെറിയ ചെറിയ കടകളും തണുപ്പ് ഉണ്ടോ വെച്ചുണ്ട്, പക്ഷെ അത്ര തണുപ്പില്ല. നമ്മളിപ്പോൾ ചെറിയൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. എല്ലാം പഴയ ബിൽഡിങ്. ഫോർട്ട് കൊച്ചിയുടെ മതില് ഒരു അല്ലേ, എല്ലാം പഴയതാണ് കേട്ടോ. ഒന്നും പുതിയതായിട്ട് പണിതൊന്നും കാണാനില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കണ്ടു നിങ്ങൾ? എൻ്റെ മുന്നിലെ എവിടെ? സെന്റ് ഹെൻറീസ് ടവർ എഴുതിക്കണുണ്ടോ? സെന്റ് ഹെൻറീസ് ടവർ എന്ന് എഴുതിയിട്ടുണ്ട്. കുത്തുപണികളുണ്ടോ? ആകെ ബുദ്ധിമുട്ട് നമുക്ക് ചെക്കിൻ വരുന്നത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഈ ബാഗ് തൂക്കി നടക്കണം. ആ ഒരു സീനുണ്ട്. പല പല ഷോപ്പാണ് കേട്ടോ. ഇത് പല പല ബ്രാൻഡിന്റെ നൈക്കി. അപ്പുറത്ത് കുറേ ഷോപ്പുകളുണ്ട്. ചെക്ക് ടോയ്സ് ഒക്കെ.
അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പ്രാഗിൽ വരണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് സാധിച്ചേക്കാണ് കേട്ടോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഫൈനലി ഞാനും കാർത്തിയും കൂടി ഇവിടെ വന്നേക്കുകയാണ് പ്രാഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ പഴയ ബിൽഡിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. കിട്ടലും പള്ളി അവിടെ. അവിടെ ഒരു വെഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു അസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അവിടെ. I see what he loves about you. You're so perfect. എങ്ങനെയുണ്ട് വന്നിട്ട്? കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസും. ആദ്യം വരാൻ ഇഷ്ടമുണ്ടായില്ല കേട്ടോ. എന്തിനാ വെറുതെ പ്രാഗൊക്കെ പോയി സമയം കളയാൻ. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊന്നും പ്രാഗ് അത്ര ഇഷ്ടമായില്ലായിരുന്നു. പിന്നെ പലർക്കും പല മൈൻഡാണ്. എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു ഹിസ്റ്ററി ഫീൽ അടിച്ചു, മനസ്സിലായോ? പക്ഷെ ഭയങ്കര പ്രാചീനമായ എന്തോ ഒരു സാധനമാണെന്നുള്ളൊരു ഫീൽ അടിച്ചു. 1400 ഉണ്ടാക്കിയ ക്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷമുണ്ട്? നല്ല വഴക്കമുണ്ട്. എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാർത്തിയുടെ ഫോട്ടോ നമ്മൾ എടുത്തോളൂ. സമയമായേന് വെയിറ്റിംഗ്, വിശുദ്ധന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കണത്. ആരും വന്നില്ലല്ലോ. ആരും വരാതെ വരും. 9 തൊട്ട് രാത്രി 11 മണി വരെ മാത്രമാണ് വിശുദ്ധന്മാർ വരുള്ളൂ, സെയിന്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ 7 മണിക്കാണ് എത്തിയത്. സോ 2 മണിക്കൂർ വിശുദ്ധന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ അസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. 9 മണിക്കാണ് സെയിന്റുകളൊക്കെ വരുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്ന സമയം ഉണ്ടെങ്കിൽ രാവിലെ വന്നിരിക്കും ഏറ്റവും നല്ലത്. അത്ര തിരക്കുണ്ടാവില്ല. അതെ, ഇപ്പോഴാണെങ്കിലും ഇടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണോണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ടൈം കിട്ടും. പക്ഷെ 11-12 ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതായത് നമ്മളിനി പയ്യെ ഇവിടെ നിന്ന് മാറാന്നുള്ള തീരുമാനമാണ്. സെയിന്റിനെ കാണുന്നുണ്ട്. പക്ഷെ 9 മണിക്കൊന്നും നോക്കാമല്ലോ. അത് മാത്രം കണ്ടാൽ മതി. അത് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. ഒരു കടയും ഇപ്പോൾ തുറന്നിട്ടില്ല, കാരണം 8 മണിയായിട്ടുള്ളൂ. ഇവിടുത്തെ ഷോപ്സ് ഒക്കെ തുറക്കുന്നത് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോരുന്നതിന് മുമ്പ് വാങ്ങിച്ച് ചീസ് കേക്ക് പയ്യെ കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ ഗൈസ്. ഇന്ന് കാർത്തിയുടെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ചീസ് കേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതെ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:57 ആയിട്ടുണ്ടല്ലേ. ഇനി ഒരു 3 മിനിറ്റിനുള്ളിൽ മണിയടിക്കും. അതെ, അപ്പോൾ 9 മണിയടിക്കും. പിന്നെ 12 സെയിൻസ് മാറി വരും. അതാണ് സംഭവം. അപ്പോൾ 9 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഉള്ള എല്ലാ മണിക്കൂറിലും ജനലിൽ കൂടെ സെയിൻസുകളുടെ പ്രത്യക്ഷപ്പെടൽ. അതെ, 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നമ്മൾ നേരത്തെ വന്നത് എന്തുകൊണ്ട് നന്നായത്. അത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഓരോന്നായിട്ട്. അങ്ങനെ നമ്മൾ 9 മണിയുടെ അസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കഫേ 11ലേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ, അവിടെ നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ നല്ല കോഫിയും കാര്യങ്ങളൊക്കെയാണെന്ന്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കണമല്ലോ.
I see what he loves about you. You're so perfect. Hope you know that you got everything. I mess up and I'm haunted. And if I'm being honest, I see what he loves about you. You're so perfect. Hope you know that you got everything. I mess up and I'm haunted. And if I'm being honest, mess up and I'm haunted. Jealous. I'm അവക്കാഡോ ടോസ്റ്റ് വിത്ത് പോച്ച്ടേക്കാണ്. കാർത്തി ഓർഡർ ചെയ്താണ് ഗൈസ്. ഇതാണ് കേട്ടോ സാലഡ്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അതിലുള്ള സ്ട്രോബെറീസും ബ്ലൂബെറീസും ഐസ്ക്രീമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി കോഫി ഞാൻ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഗൈസ് ഈ സാധനം പൊള്ളിപ്പോയി. വിഷോ എക്സ്പ്രഷൻ കാണിക്കും. വേണ്ട നീ നീ തുറന്നില്ല ഇപ്പൊ. എക്സ്പ്രഷൻ കാണണ്ടോ ഗൈസ്? എന്തൊരു സീൻസാണ്. നാക്ക് പൊള്ളിപ്പോ. ഇതുപോലത്തെ സാധനം ഐസ് കാർത്തിൽ കഴിച്ചു നോക്കാൻ വേണ്ടി പോകണം. ഐസ്ക്രീം കഴിച്ചു നോക്കാം. ഐസ് വിത്ത് സം ബ്ലൂബെറീസ് ആൻഡ് സം സ്ട്രോബെറീസ്. അവരുടെ ഒരു സിനിമൺ ഫ്ലേവർ ഉണ്ടായിരുന്നു. അവിടെ പച്ചക്കറി കത്തി ഫോർക്കൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇവിടെ സ്ട്രോബെറി ഒക്കെ തെറിച്ചു. അങ്ങനെയാ. അങ്ങനെ പിടിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സ്ട്രോബെറി അങ്ങനെയാ ശരിക്കും. ഇങ്ങനെ ഇത് കുത്തി പിടിച്ചിട്ട് അത് വെച്ച് കുത്തി പിടിച്ചിട്ട് നൈഫ് വെച്ച് മുറിക്കണം. എന്നിട്ട് കുത്തി കഴിക്കണം. ഞാൻ വീട്ടിലായിരുന്നുണ്ടല്ലോ. വീട്ടിലാണെങ്കിൽ ഹലോ could you just let me know what is this? wasabi. Wasabi. Okay. ഞാൻ പറഞ്ഞില്ല വസാബി. നമുക്കറിയോ രൂപയിലൊക്കെ എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ എക്സ്പ്രഷൻ ഭയങ്കര രൂപ വസാബിക്ക്. ആ സാധനത്തിൻ്റെ പേര് വസാബി. വസാബി. കുറെ നേരമായി പച്ചക്കറി അല്ല പുല്ല് തിന്നുന്നുണ്ട്. ചെക്കിന് എല്ലാ പുല്ലും ഞാൻ നിന്നിട്ടുണ്ട്. സ്ട്രോബെറിയാ അല്ല ബട്ടർ സോസാണ്. പക്ഷേ ഈ ഫ്രഞ്ച് ടോസ്റ്റ് കൊടുക്കാത്ത ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രഞ്ച് ടോസ്റ്റ് എന്താ പറയുന്നുണ്ട്. വസാബി കേട്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഫൈനലി ഞാൻ തീർത്തിട്ടുണ്ട്. ഐസ്ക്രീം കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതേ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ചാൾസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു മാൻ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് വളരെ നല്ലതായിരുന്നു. ഫുഡൊക്കെ കുഴപ്പമില്ല. എൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് നല്ലായിരുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീം വേണ്ടായിരുന്നു തോന്നി, കാരണം നല്ല മധുരമായിരുന്നു. എൻ്റെ സാലഡ് ഭയങ്കര കൂടുതലായിരുന്നു. നല്ല ആൾക്കാരുടെ കൂടി ഗായ്സ്. അപ്പോൾ ഇതാണ് ചാൾസ് ബ്രിഡ്ജിന്റെ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഇത് വന്ന് കേറിയാൽ മതിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ ചവിട്ടില്.
ലേക്ക് ഉണ്ട്. ഈ കാണുന്ന അങ്ങ് അറ്റം വരെ ചാൾസ് ബ്രിഡ്ജ് പോകുന്നുണ്ട് കേട്ടോ. എത്ര നാള് പഴക്കമുള്ളത്. അപ്പോൾ നമുക്കിത് ഫുള്ള് നടക്കാം കേട്ടോ, അങ്ങറ്റം വരെ നടക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും നല്ല വെയിലുണ്ട്, രാവിലെ തന്നെ വന്നാൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് പ്രാഗ് അത്യാവശ്യം പ്രാഗിൻ്റെ ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബോട്ട് പോകുന്നുണ്ട്. ഒരു ലേക്ക് പോലെയാണ് കേട്ടോ ഇത്. നല്ല വെയിലാണ് കേട്ടോ. നേരത്തെ തണുപ്പ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല വെയിലാണ്. പക്ഷെ ഞങ്ങൾ തണല് പറ്റി ഇങ്ങനെ ഒരു പാലത്തിന്റെ സൈഡിൽ നിൽക്കുക. ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അതെ, ആ ഒരു വലിയ പുഴയും മലയും അവിടെ ഒരു കോട്ടയിലേക്ക് പോണ വഴിയുണ്ട്. മലയാറ്റൂരൊക്കെ പോകുന്ന വഴി വരെയുണ്ട്. പിന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. എത്ര നേരം വേണേൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കാം. അപ്പോൾ ഈ ലേക്കിൽ കൂടെ കുറേ ഇങ്ങനെ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാലം അങ്ങറ്റം വരെ നോക്കിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. പോയിട്ട് വന്നല്ലോ. അല്ല, ഇത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ, ബാക്കിൽ. ഓക്കെ ഗൈസ്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ദേ ഒരു ചാൾസ് ബ്രിഡ്ജ് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നൊരു സിറ്റി ടൗണിലേക്കാണ് പോകുന്നത്. എടാ, മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് അവിടെ, കൊള്ളാട്ടോ. പിന്നെ പ്രാഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നടക്കാൻ പറ്റും. സത്യം, ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിയതുകൊണ്ടേ. നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, പോണ വഴിക്ക് എവിടെയെങ്കിലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാമ്പ് ഐലൻഡ് എത്തിയിട്ട് കാണാം. കുറച്ച് റെസ്റ്റ് എടുക്കണം അവിടെ പോയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കാമ്പ് ഐലൻഡിൻ്റെ വഴിക്കൂടെ പോയപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ട്, തോട് പോലെ, നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീല്. അതിൽ നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഇരിക്കാമെന്നാണ്. കുറേ ദൂരം നടന്ന് വയ്യാണ്ടായി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. തണിരിക്കണത് പാർക്കിൽ ഇരിക്കുകയാണ്. കാമ്പ് ഐലൻഡ് എന്ത് ഇതാണോ?